അനുമോള് ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച അനുമോൾ അത് ഇമോഷണലി ഭയങ്കര ഒരു ഡൗൺ ആവുന്നതാണ്. അത് റിയൽ ലൈഫിൽ അങ്ങനെ തന്നെ ഇമോഷണൽ മാത്രമല്ല. അതായത് വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന ലാലേട്ടൻ കാത്തുന്നില്ല. ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ കണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ലാലേട്ടൻ കയറി വരുന്നു, പുറത്താക്കുന്നു. അങ്ങനെ ഒരു സംഭവം നമ്മൾ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അനുമോള് കഴിഞ്ഞ ദിവസം ജിസേലിനെ ആരിനെ കുറിച്ചിട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അനുമോളെ ഈ ഒരു വിഷയത്തിൽ മാക്സിമം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ 10 ലക്ഷത്തിന് പേർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസമാണെങ്കിൽ കൂടി ലൈവിനകത്ത് അനുമോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നോട്ട് ഒരടി അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ലാസ്റ്റ് ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു 23-24 മിനിറ്റോളം ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. പിന്നെ കുറേ ലെങ്ത് ആകുമ്പോഴത്തേക്കിനെ കണ്ടിരിക്കാൻ നിങ്ങൾക്കാണെങ്കിലും ബോറിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഭാഗങ്ങൾ വെട്ടി മാറ്റിയിട്ടാണ് കുറച്ച് ലെങ്ത് ഒരു 16 മിനിറ്റിനകത്ത് ആ ഒരു വീഡിയോ ചുരുക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം കാര്യങ്ങളോട് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇതിനകത്ത് മാക്സിമം ചുരുക്കിയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ സമ്മർ മീഡിയയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമ്മുടെ മഹാഭാരത കഥയുടെ സാധനം ഇങ്ങനെ പെട്ടെന്ന് മൈൻഡിലോട്ട് ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം അനുമോള് ജിസേലും ആര്യനും ഇങ്ങനെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ വരെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അനുമോൾ. അല്ലെ, അനുമോളും ഒരു സ്ത്രീയാണ് എന്നുള്ള കാര്യം അനുമോൾ ആലോചിക്കണമായിരുന്നു. അല്ലെ, അപ്പം അങ്ങനെ ചെയ്തേക്കുന്ന ഈ ഒരു അനുമോള് അവിടെ ജിസേലാണെങ്കിൽ ജിസേലിന്റെ സ്ഥാനത്ത് അനുമോളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ എന്തെല്ലാം ഡ്രാമകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അല്ലെ, ഇവിടെ ആ ഒരു മഹാഭാരതത്തിന്റെ കഥ നമ്മൾ ആ ഒരു ഇതിഹാസ കാവ്യത്തിലൂടെ നോക്കുമ്പോഴേക്ക് കൗരവരുടെ മുന്നിൽ നിസ്സഹായമായിട്ട് നിൽക്കേണ്ടി വന്ന ദ്രൗപദി, പാഞ്ചാലി, അതായിരുന്നു പാഞ്ചാലിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വളരെ നിസ്സഹായതയോട് നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ തന്റെ 5 ഭർത്താക്കന്മാർ അവിടെ നിന്നിട്ട് കൂടി ഒരാൾക്ക് പോലും പ്രതികരിക്കാനെ കൊണ്ടുള്ള ശേഷി ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ ഒരാൾ മാത്രം പ്രതികരിച്ചിരുന്നു, ഭീമൻ. പക്ഷെ ഭീമൻ പ്രതികരിക്കാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അർജുനനാണെന്ന് തോന്നുന്നു, ഭീമന്റെ അടുത്ത് പറയുന്നുണ്ട്, ഭീമ നമ്മളിപ്പോൾ ഇവരുടെ അടിമകളാണ്, നമുക്ക് പ്രതികരിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോഴും ദ്രൗപദിനെ രക്ഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് കൃഷ്ണനായിരുന്നു, ശ്രീകൃഷ്ണനായിരുന്നു. അല്ലെ, ഇവിടെ ഒരു ശ്രീകൃഷ്ണനോ ഒരു ഭീമനെ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭീമനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റാരുമല്ല അക്ബർ ഖാൻ തന്നെയാണ്. അക്ബർ ഖാന്റെ പല ഗെയിമിനോട് എനിക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഒരാൾ പോലും ആലോചിച്ചില്ല, ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ല. ഈ ജിസേൽ ഇവരൊക്കെ എത്രത്തോളം സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിലാണ് ഈ അനുമോൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന പരിപാടികൾ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അല്ലെ, ജിസേലിനെ അവിടെ അങ്ങനെ നിർത്തിയിട്ട് ഇവർ തമ്മിൽ ഇങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ ഒരു സഭയിൽ നിന്നാണെങ്കിൽ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നത് അക്ബർ ഖാൻ മാത്രമായിരുന്നു. ഇത് എനിക്ക് കാണാൻ താല്പര്യമില്ല, അത് തന്നെയായിരുന്നു അക്ബർ ഖാന്റെ പ്രതിഷേധം. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് അക്ബർ ഖാന്റെ അടുത്ത് ആ ഒരു വിഷയത്തിൽ ഭയങ്കര റെസ്പെക്ട് തോന്നുന്നുണ്ട്. ഇന്നത്തെ ദിവസമാണെങ്കിൽ കൂടി അനുമോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് പിൻവാങ്ങാനെ കൊണ്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് സമ്മർ മീഡിയയിലെ ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാവേ. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും പറയാണ് നമ്മുടെ അനുമോള്. അതായത് ആദില, നൂറ, അനുമോള്, നമ്മുടെ മസ്താനി, ഇവർ 4 പേരും കൂടെ സോഫയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 21 പേരുണ്ട്. എല്ലാവരും എനിക്കെതിരെ നിന്നാലും, എല്ലാവരും ഇതൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞാലും ഞാൻ കണ്ട കാര്യം ഞാൻ എവിടെയും പറയും. അതിനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, ഇവിടുന്ന് പുറത്ത് പോവേണ്ടി വന്നാലും ശരി, ഇതിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ കണ്ടതാണ്, ആ കാര്യം ഞാൻ പറയും. അത് എൻ്റെ മനസ്സിലുള്ളതാണ്, അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നാണ് അനുമോള് പറയുന്നത്. ഞാൻ ബിഗ് ബോസിൽ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഞാൻ ഇതുവരെ ഇവിടെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഈ കാര്യത്തിൽ ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് എന്നാണ് അനുമോള് ചോദിക്കുന്നത്. എനിക്കിതിൽ കള്ളം പറയേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെയാണ് ബാധിക്കാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ കണ്ണി കണ്ടതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വീണ്ടും അടിവരയിട്ട് ഉറപ്പിച്ച് പറയാണ് അനുമോള്. അനുമോളുടെ സ്റ്റാൻഡ് അതാണ്. അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ വിഷയം ബിഗ് ബോസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ബിഗ് ബോസിന് ഒരു തരത്തിലും ഈ വിഷയത്തിൽ ബിഗ് ബോസ് ഇടപെട്ടിട്ടില്ല. നമുക്ക് നോക്കാം, കൂടുതൽ അപ്ഡേറ്റ്സുമായി വീട്ടിൽ കാണാം. അല്ല, അനുമോൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകണം. ഓക്കെ, ബിഗ് ബോസിന് ലാലേട്ടനെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള നമുക്കെല്ലാവർക്കും ഇതൊക്കെ ബോധ്യമാകണം. ഇങ്ങനൊരു കാര്യം അവരവിടെ ചെയ്തു എന്നുള്ളത്. അങ്ങനെ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ, അവർ കിസ് ചെയ്തു എന്നാണെങ്കിൽ കൂടി എന്തുവാടെ പ്രശ്നം എന്തുവാണ്? കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇപ്പോഴും ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? അപ്പം ഇതൊക്കെ ആൾക്കാരെ ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ അങ്ങനെ തെറ്റിക്കും, വഴി തെറ്റിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതിലും എത്രയോ ഇതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ TV സ്ക്രീനിൽ തന്നെ ഓരോ സിനിമകളിലെ വിഷ്വൽസ് തന്നെ നമ്മൾ കാണുന്നുണ്ട്. കുടുംബമായിട്ടിരുന്ന് കാണുമ്പോൾ തന്നെ എത്രയോ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവർ പുതപ്പിനകത്തൂടെ മൂടിയിട്ടേക്കുന്ന സാധനമാണ്. ഇത് മറ്റേ കൊട പൊക്കി നോക്കുന്ന പോലെ ഇത് പൊക്കി നോക്കിയിട്ട് ഇവർ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊരു കാര്യമാണ് അനുമോള് പറഞ്ഞേക്കുന്നത്. ഇവിടെ അനുമോളെക്കാട്ടിലും വളരെ ഈ പറഞ്ഞ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അനുമോളുടെ ഫാൻസ് തന്നെയാണ്. കാര്യം അത്രയ്ക്ക് ചിന്തിക്കുള്ള ബോധമില്ല എന്നുള്ളത് ആലോചിക്കുന്നത്. എന്താണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അനുമോക്ക് പുറത്തോട്ടുള്ള ഒരു വഴി ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. പക്ഷെ അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അതിന്റെ ഒരു ബൈറ്റോടെ ഇങ്ങോട്ട് വെക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 3 നമ്മുടെ ഫിറോസ് ഖാൻ ഒരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് പെട്ടെന്നൊരു ദിവസം, അതായത് വീക്കെൻഡ് എപ്പിസോഡ് വരെ ലാലേട്ടൻ കാത്തുന്നില്ല, ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ കണ്ടാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് ലാലേട്ടൻ കയറി വരുന്നു, പുള്ളിയെ പുറത്താക്കുന്നു. അങ്ങനെ ഒരു സംഭവം നമ്മൾ പുള്ളിയും അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു, രണ്ടുപേരെയും പുറത്താക്കുന്നു. അപ്പോൾ അതിന് കാരണം ഒരു സ്ത്രീയെക്കുറിച്ച് പുറത്തെ കുറച്ച് കാര്യങ്ങൾ പറയുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയതാണ്. സോ ഇന്നലെ അനുമോളുടെ കേസിൽ അനുമോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുമോൾക്ക് ബാക്ക് ഫയർ ചെയ്യുകയാണെങ്കിൽ അത് ബിഗ് ബോസ് അത് എങ്ങനെ എടുക്കും നമുക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇന്നലെ ബിഗ് ബോസ് വളരെ കുറച്ച് മാത്രമാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ എപ്പോഴും ബിഗ് ബോസ് ഓരോന്ന് പറയുന്ന ബിഗ് ബോസ് ഇന്നലെ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. അപ്പോൾ വലിയ ചർച്ചകൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇന്നലെ നടന്നിട്ടുണ്ടാവും. അനുമോളെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ പുറത്താക്കുമോ എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഇതിനെ എങ്ങനെ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അവരിത് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പണിഷ്മെന്റ് എന്നുള്ള ലെവലിൽ പുറത്താക്കാം.
അവർ കുറച്ച് ചെറുതായിട്ട് സീരിയസ് ആയിട്ടാണ് എടുക്കുകയാണെങ്കിൽ പല പണിഷ്മെന്റ്സ് കൊടുക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ മിക്കവാറും ഇത് ലൈറ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുള്ളൂ. കാര്യം മറ്റൊന്നുമല്ല, ഇതിനകത്ത് എന്താണെങ്കിലും അനുമോൾ നല്ല രീതിയിൽ ഇവർക്ക് TRP ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാര്യം എല്ലാ ദിവസവും ഓടുന്ന കണ്ടന്റ് മെയിനായിട്ട് അനുമോളുടെ കരച്ചിൽ തന്നെ. കുറച്ച് ദിവസം അനീഷിന്റെ മറ്റേ ഇറിറ്റേറ്റിംഗ് സംഭവമായിരുന്നെങ്കിൽ ഇപ്പോൾ അനുമോളുടെ കരച്ചിലും അല്ലെങ്കിൽ ഇത്തരം മറ്റേ പ്രോമാക്സ് കുലസ്ത്രീ പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അനുമോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അനുമോൾ കഴിഞ്ഞ ദിവസം ഇത് പറയാൻ കാരണമായിട്ടുള്ളത് മസ്താനി വന്നിട്ട് ഈ പിരിയേറ്റി കൊടുത്തതിന്റെ ഭാഗമായിട്ടായിരുന്നു. ആ ഒരു ബൈറ്റ് ഒന്ന് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത്ര ദിവസം കാണാത്ത ഭാഗത്ത് നടക്കുമായിരുന്നു. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് അടുത്തടുത്തായിട്ട്. കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ഇവിടെ നീ കണ്ടത് തന്നെ ഞങ്ങളും കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ മസ്താനി സംസാരിക്കുന്നുണ്ടല്ലോ. ഇവിടെ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പോയി പറയാൻ പാടില്ല എന്നൊരു സാധനം ഈ ഹൗസിനകത്തുള്ളതാണ്. ഇതിനകത്ത് ബാക്കി പോയേക്കുന്ന വൈൽഡ് കാർഡുകളും പറയുന്നുണ്ട്. പക്ഷേ മസ്താനി കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. എന്താണെങ്കിൽ ഈ കണ്ടു എന്ന് പറയുന്ന ഭാഗം മസ്താനി അനുമോളും ഒരേപോലെ കണ്ടു എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഒന്നുകൂടെ കഴിഞ്ഞ വീഡിയോ വെച്ചാൽ ഒന്നുകൂടെ കാണാം. എന്റെ കിറ്റ് എവിടെ? ഞാൻ നിന്നോടാ ചോദിച്ചത്. ക്യാപ്റ്റൻ എവിടാ? പതുക്കെ പറയാൻ പറ്റില്ല. ഞാൻ വല്ലയുടെ സാധനങ്ങളല്ല ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എന്റെ സാധനം ഇതിനകത്ത് ഇവര് കിസ് ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഈ പുതപ്പിനകത്ത് കിടക്കുന്നു, പെട്ടെന്ന് ഈ പുതപ്പൂരി മാറ്റുന്ന ഈ പരിപാടിയല്ലേ നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതല്ല ഇവർ കിസ് ചെയ്തെന്നുള്ള സാധനം അനുമോൾ തെളിയിക്കണം. അല്ലെങ്കിൽ ബിഗ് ബോസ് മറ്റേ സ്കാനറോ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഈ പുതപ്പിനകത്ത് എന്താണെന്നുള്ള കാര്യം എന്നാണ് നമ്മളെ തെളിയിച്ച് കാണിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അവൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ജിസൽ എണീച്ച് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഈ മീൻ ചെയ്ത് നേരെയാക്കി ഇങ്ങനെ ഇടുന്നില്ലേ. നോർമലി ഗേൾസ് ഇത്തരത്തിൽ രാവിലെ അല്ലെങ്കിൽ ബെഡിൽ നിന്നൊക്കെ എണീക്കുമ്പോഴത്തേക്കിൻ്റെ ഡ്രസ്സ് ഇത്തരത്തിൽ ഇച്ചിരി ഷോർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണെങ്കിലും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക എന്നൊക്കെ ഉള്ളത് അവർ നോർമലി ചെയ്യുന്നൊരു കാര്യമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അത്തരത്തിൽ ചെയ്തിട്ടുള്ള കാര്യവും ആയിരിക്കും ഇത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് മസ്താനിയുടെ അടുത്താണെങ്കിൽ അനുമോൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ജിസലിന്റെ വസ്ത്രധാരണത്തിനാണെങ്കിൽ പ്രശ്നമാണെന്നുള്ളത്. അത് മസ്താനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസ്താനി അത് ഹൗസിനകത്തുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും പോയി ഓടി നടന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ചിട്ട് അതിലെടുത്തായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ടൊന്ന് കേൾക്കാം. ഡ്രസ് തയ്ക്കുന്ന അവരുടെ ഇഷ്ടമല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. നീ എന്തിനാ മസ്താനിയോടൊക്കെ പോയി പറഞ്ഞു? അവിടെ നമ്പർ ചെയ്തുവിട്ടാ? അത് മസ്താനിയുടെ വാക്കുകളല്ല. അവള് ബുദ്ധിയില്ലാത്ത കൊച്ചല്ല. നീ എന്തിനാ പറഞ്ഞതെന്നാ ഞാൻ ചോദിക്കുന്നത്. അത് അവരുടെ തലയെ തോന്നിട്ട് അവർ പറയുമ്പോൾ അവരുടെ കേട്ടല്ലോ അനുമോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോർന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിന്നോട് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ ഞാൻ മോദേറ്റിയതാണ്. അവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എവിടെ ഇരിക്കും? സംസാരിക്കും. ഓടി പോലെ സംസാരിക്കാൻ താല്പര്യമില്ല. അനുവിടെ വാ. അനു എന്താ പറ്റ്? അനുമോക്ക് ഉത്തരം മുട്ടിയിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുള്ളത്. കാര്യം അനുമോക്ക് അതിന് കൊടുക്കാൻ വേറെ മറുപടി ഇല്ല. കാര്യം അനുമോൾ ഓൾറെഡി ചെയ്തൊരു കാര്യമാണ്. ഇവിടെ ഒരാളുടെ വസ്ത്രമാണ് അവരുടെ ചോയ്സാണ്. അത് അത്രത്തോളം വൾഗറായിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇപ്പം ഷാനവാസ് ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞാണ്, ഷാനവാസും തുടക്ക സമയങ്ങളിൽ നമ്മുടെ ജിസേലിൻ്റെ ഡ്രസ്സ് ശ്രദ്ധിക്കണം അതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ അനുമോൾ ഇടുന്ന ഈ ഒരു ഡ്രസ്സിനകത്ത് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഇപ്പം കഴുത്ത് കാണാം. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ അനുമോൾ മറ്റേ ഡ്രസ്സ് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഇത്രയും ചരിച്ചിട്ട് ഈ ഒരു പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ്, വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ, ആൾക്കാരെ ആകർഷിക്കാൻ അങ്ങനെയുള്ള സാധനം പറഞ്ഞുകൊണ്ട് അങ്ങനെയും ആൾക്കാർക്ക് പറയാമല്ലോ. അനുമോൾ എന്ത് ചെയ്താലും അത് ശരിയാണ്, പക്ഷേ ബാക്കിയുള്ളവർ ചെയ്യാൻ പാടില്ല. എന്താണെങ്കിലും ഇവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അനുമോൾക്ക് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ജിസേലുമായിട്ട് ബന്ധപ്പെട്ട, അതുകൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. അസംബർ മീഡിയയിൽ വന്നിട്ടുള്ള പ്രവീണും ജിഷനും തമ്മിൽ സംസാരിക്കുകയാണ്. ഇവരൊക്കെ ആര്യന്റെയും ജിസേലിന്റെയും പുറത്തെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്കൊരു ജീവിതമുള്ള എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നലെ ആര്യൻ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ബിന്നി ഉണ്ടായിരുന്നു. ആര്യൻ പറഞ്ഞത്, അതായത് അനുമോൾ അവന്റെ പുറകെ അവനെ വളയ്ക്കാൻ നോക്കിയിട്ട് നടക്കുകയാണ് എന്ന് ആര്യൻ പറയുകയും ആ സമയത്ത് ബിന്നി പറഞ്ഞു അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് അനുമോൾക്ക് ആര്യന്റെ അടുത്ത് എന്തോ ഒരു താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്, നോട്ടവും ഭാവവും ഒക്കെ അങ്ങനെയായിരുന്നു, അനുമോൾ അങ്ങനെ പുറകെ നടക്കുന്ന പോലെ ഇവിടെയുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെന്ന് ബിന്നി പറയുന്നുണ്ടായിരുന്നു. അല്ല, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അനുമോൾക്ക് പുറത്തൊരു ലൈഫില്ലേ? അനുമോളുടെ ജീവിതത്തിന് എന്ത് വിലയില്ലേ? അനുമോളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം ആര്യനും ബിന്നിയും ഒക്കെ പറയുമ്പോൾ അത് അനുമോളുടെ പുറത്തെ ലൈഫിനെ ബാധിക്കില്ലേ എന്ന് ജിഷൻ പ്രവീണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജിഷൻ പറയുന്നുണ്ട്, അനുമോൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അവൻ കൊച്ചു പയ്യനാണ്, എന്റെ അനിയനെ പോലെയാണ്, അതുപോലെ എന്റെ ബ്രദറാണ്, എന്നെക്കാളും 10 വയസ്സിന് വരെ ഇളയതാണ് അവൻ, അങ്ങനെയൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ കുട്ടികളെ കാണിക്കുമ്പോൾ അവളും അങ്ങനെ കളിക്കും, അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്. അവൾ ഇത്രയും പ്രായമൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചു പിള്ളേരെ പോലെ അവളും കുട്ടികളെ കളിക്കും. അത് അവളെ എനിക്ക് പുറത്തുനിന്ന് അറിയാവുന്നതാണ്. അവളുടെ ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ അവൾക്ക് അവന്റെ കൂടെ പ്രേമം തോന്നി പുറകെ പോകുന്നൊന്നും അല്ല. ഇത് ജിസേലിന്റെയും ആര്യന്റെയും ലൈഫിനെ കുറിച്ച് ചിന്തയുള്ളവർക്ക് അനുമോളുടെ ലൈഫ് പുറത്ത് എന്തായാലും ഒരു കുഴപ്പമില്ല, അതെങ്ങനെ ശരിയാകും എന്ന് ജിഷൻ ചോദിക്കുന്നുണ്ട്. അതൊരു പോയിന്റ് ആണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ചപ്പാത്തിക്കള്ളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഈ ചപ്പാത്തിക്കള്ളി എന്നുള്ളൊരു സാധനം പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാരെല്ലാവരും എന്നെ ചപ്പാത്തിക്കള്ളി എന്ന് പുറത്തിറങ്ങുമ്പോൾ വിളിക്കുക, അതെൻ്റെ ഇമേജിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവിടെ അനുമോൾ. അപ്പം അനുമോൾ ഈ ഒരു കേസിനകത്ത് ഇവിടെ ലവ് ട്രാക്ക് വേറെ, പുതപ്പിനടിയിൽ കുൽസിതെന്ന് പറയുന്ന സാധനം വേറെ. ഓക്കെ, ലവ് ട്രാക്ക് എന്ന് പറയുന്നൊരു സാധനമൊക്കെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ട് പുറത്തോട്ട് പോകുന്നത് വേറെ. ഇതിനകത്ത് ഇങ്ങനെ അതിനുശേഷം ഇവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു എത്രത്തോളം ഭീകരമായിട്ടുള്ള അവസ്ഥയിലോട്ടാണ് അനുമോൾ ഈ ഒരു സാധനത്തെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് കുറേ ആൾക്കാർ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോക്കകത്തും ഞാൻ വെച്ചിട്ടുള്ളതാണ്, അനുമോൾ എന്നിട്ട് പറയുന്നുണ്ട് ജിസേൽ ആ സാധനം പറഞ്ഞതിൻ്റെ നല്ല റിവെഞ്ച് തീർത്താണ് ഇവിടുത്തെ.
ഓക്കെ, ലവ് ട്രാക്ക് എന്ന് പറഞ്ഞതിന്റെ റിവെഞ്ച് തീർത്താണ് ഇവിടെ ഈ ഒരു രീതിയിൽ. ഇനി ഷിയാസ് കരീം നമ്മുടെ അനുമോളെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇങ്ങോട്ട് നോക്കാം. അനുമോള് ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അനുമോൾ ഇത്രയും സൂപ്പറായിട്ട് ഗെയിം കളിക്കും. പിന്നെ അത് ഇമോഷണലി ഭയങ്കര ഒരു ഡൗൺ ആവുന്ന ആളാണ്. റിയൽ ലൈഫിൽ അങ്ങനെ തന്നെ കേട്ടോ, ഇമോഷണൽ മാത്രമല്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനെന്നും പ്രൗഡോട് പറയും അനുമോള് ഒരു 100 ദിവസം ബിഗ് ബോസിൽ ഉണ്ടാവും. എനിക്കത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക വലിയൊരു പ്ലാറ്റ്ഫോമിൽ അനുമോൾ എത്തി. അനുമോൾ ഇത്രയും പവറായിട്ട് അത്രയും സംസാരിക്കും. അനുമോൾ ബേസിക്കലി ഭയങ്കര ഒരു അങ്ങനെ സംസാരിക്കുന്ന ഒരാളെന്നല്ല, അവർ കംഫർട്ടായിട്ടുള്ള ആളുകൾ മാത്രമേ മനസ്സോട് സംസാരിക്കുള്ളൂ. അത് വളരെ നാച്ചുറലായിട്ടാണ് അനുമോൾ നിൽക്കുന്നത്. അത് വലിയൊരു എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നാറുണ്ട്. വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് അനുമോൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞു അനുമോളെ അറിയുന്ന പല ആൾക്കാരും എന്ന് പറയുന്നുണ്ട് അനുമോൾ ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിൽ എന്നുള്ള രീതിയിൽ. അപ്പം റിയൽ ലൈഫിൽ ഒരാളുടെ അടുത്തൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവരുടെ വ്യക്തി ജീവിതത്തിന് അത്രത്തോളം മാരകമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും റിയൽ ലൈഫിൽ അനുമോൾ വന്ന് പറയുക. അനുമോൾ നല്ല ചെയ്തതിനെ ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ പല വീഡിയോസിനകത്ത് നല്ലതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു രീതിയിലും പറ്റൂലടേ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് PR ടൈംസ് നല്ല രീതിയിലാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പീപ്പിൾ യൂസ്ഡ് ടു ഷെയർ ദിസ് മീം 3 days ബിഫോർ, നൗ ദേ ആർ ആൾ സൈൻഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ കിറ്റ് കണ്ടോ ശല്യമായല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞു. ഈ പുതപ്പിനടിയിൽ ഇങ്ങനെ ഒരു സാധനം ഒരു ട്രോളായിട്ടോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് പോലെ ഇങ്ങനത്തെ ഒരു ഫണ്ണ് രീതിയിൽ വരുന്ന കാര്യങ്ങളുടെ സാധനം വേറെ. അനുമോൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് ഇത്രയും ആൾക്കാരെ വന്ന് ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണിക്കുന്നതിൻ്റെ ഇത് വേറെയാണെന്ന് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞു. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ഈ മീമിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവരുടെ PR ടീം വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോണ്ട് മാനിപ്പുലേറ്റ് തിങ്സ്, ടൈം 2:05 അതേ ദിവസം തന്നെ രാത്രി ജയിലിൽ പോയത്, കിറ്റ് ഇഷ്യൂ സെയിം ഡേ തന്നെയാണ് ജയിലിൽ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, അതായത് ഇവർ ഈ പിറ്റേ ദിവസം അനുമോൾ കണ്ടു എന്ന് പറയുന്ന ആ ടൈമിൽ അനുമോൾ ജയിലിനകത്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവർ തന്നെ ഇട്ടിട്ടോട്ടേക്കുന്ന സ്റ്റോറിയാണിത്. പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. Day 24 മിഡ്നൈറ്റിന് ശേഷം, അതായത് എപ്പിസോഡ് തീരുന്ന പോർഷനാണ് കിറ്റ് നഷ്ടപ്പെട്ടെന്ന് അനുമോൾ പ്രശ്നമുണ്ടാകുന്നത്. അതേ ദിവസം ഉറങ്ങി എഴുന്നേറ്റ് വൈകിട്ട് ജയിലിൽ പോയി പ്രശ്നമുണ്ടാക്കിയ ടൈം ആൻഡ് ആ എപ്പിസോഡും 2:04 AM എന്ന് വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. Day 25 Day 24 മിഡ്നൈറ്റ് കടന്ന് ഉറങ്ങിയത് അതേ ഡ്രസ്സിട്ട് അനുമോൾ എണീക്കുന്നു, ജയിലിൽ പോകുന്നു, രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. ഇതിനകത്ത് നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞതിൽ കള്ളമൊന്നുമില്ല. കാരണം ഇതിനകത്ത് AM PM ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുള്ളതാണ്. അപ്പം എന്താണെങ്കിലും അങ്ങനെ ഇപ്പോൾ അനുമോൾ കണ്ടു എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം തെളിയിക്കപ്പെടണം അല്ലേ? തെളിയിക്കപ്പെട്ടാലല്ലേ അനുമോൾ പറഞ്ഞത് സത്യമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കുകയുള്ളൂ. അതിൻ്റെ തൊട്ട് പുറകിട്ടുണ്ട് വി ആർ നോട്ട് സപ്പോർട്ടിംഗ് മോറൽ പോലീസിംഗ് ബട്ട് വി സ്റ്റാൻഡ് ഫേംലി അഗേൻസ്റ്റ് ദ സൈബർ അറ്റാക്സ് അനുമോൾ ഈസ് ഫേസിംഗ്. വി സ്ട്രോങ്ലി ഒപ്പോസ് ദ യൂസ് ഓഫ് derogatory names like കമ്പിമോൾ, Ku-Mol and any other abusive or degrading remarks made by the YouTubers to support the issue. Supporting your favorite contestants does not mean you need to insult or demean another. Let's keep your words respectful and avoid spreading hate. Are you guys not doing the same thing by behaving this way? If you stand against negativity, then you shouldn't be spreading it either. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഈ പറഞ്ഞ കാര്യത്തിനാണ് അനുമോൾക്ക് ഈ ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, അവിടെ ജിസേലിനും ആരിനും വരുന്ന നെഗറ്റീവോ അല്ലെങ്കിൽ അത്രയും അബ്യൂസീവായിട്ട് വരുന്ന സാധനങ്ങളോ ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി വെച്ചേക്കുന്ന ആ മീമ് തന്നെ, അപ്പം അത്രയും കാര്യങ്ങൾ അവർക്ക് വരുന്നതോ അതൊന്നും നിങ്ങളുടെ കണ്ണിൽ പെടില്ല. അനുമോൾ മാത്രം, അനുമോൾ എന്ത് ചെയ്താലും ശരിയാണ്. ഇവിടെ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളോട്ട് പോകാത്തത്. അന്ന് കിച്ചണിലുണ്ടായിരിക്കുന്ന അനുമോളുടെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മുമ്പൊരു വീഡിയോക്കകത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അനുമോളെ ബോഡി ഷെയിം ചെയ്തപ്പോൾ പ്രതികരിച്ചിരുന്നു, ഞാൻ പ്രതികരിച്ചിരുന്നു. എൻ്റെ ഈ ചാനലിലാണോ നമ്മുടെ സെക്കൻഡ് ചാനലിലാണോ എന്ന് അറിയത്തില്ല. ഞാൻ ബിഗ് ബോസിൻ്റെ ഡെയിലി എപ്പിസോഡ് റിവ്യൂ റോസ്റ്റിംഗ് പോലെ കുറച്ച് ദിവസം മുന്നേ വരെ ഇടുന്നുണ്ടായിരുന്നു. അതിൽ ആ ചാനലിൽ ഈ ചാനലിൽ ഞാൻ ഏതൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ബോഡി ഷെയിം ചെയ്തേക്കുന്ന ജിസേൽ ചെയ്തേക്കുന്ന നീളം കുറവാണ് എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തന്നെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അനുമോളെ കരിയർ ഡിഫൈം ചെയ്തപ്പോൾ പ്രൊഫഷൻ കളിയാക്കിയപ്പോൾ അതൊന്നും ചീപ്പ് ഗെയിമായി തോന്നിയില്ലേ? ഇവിടെ അനുമോളെ മാത്രമല്ല, അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പലരെ ഇതുപോലെ പ്രൊഫഷൻ വെച്ചിട്ട് ഡിഫൈം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അനുമോളെ മാത്രമല്ല. അപ്പം ബാക്കിയുള്ളവരുടെ കാര്യം നിങ്ങൾ ഈ PR ടീം കണ്ടില്ലേ? അനുമോളെ അശ്ലീല ആംഗ്യം കാണിച്ചപ്പോൾ ഈ ജിസലോ എനിക്കൊന്ന് ആരിനും ആങ്ങാണ്ടാന്ന് തോന്നുന്നു, ആ കാര്യത്തെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അശ്ലീല ചെവിയോട് സംസാരിച്ചപ്പോൾ 23 വയസ്സുള്ള ചെക്കനെ വെച്ച് കഥകൾ ഉണ്ടാക്കിയപ്പോൾ അത് ആരെങ്കിലും കണ്ടെന്ന് നടിച്ചു. 23 വയസ്സുള്ള ചെക്കനെ വെച്ച് ലവ് ട്രാക്ക് എന്ന് പറഞ്ഞതും ഇവിടെ ജിസേലും ആരും തമ്മിൽ പുതപ്പിനടിയിൽ കുൽസിതം എന്ന് പറഞ്ഞതും രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് അനുമോളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്തപ്പോഴും പല വാക്കുകൾ വിളിച്ച് ടോർച്ചർ ബുള്ളി ചെയ്തപ്പോൾ അതെല്ലാം രസിച്ചവർ അനുമോളെ ഫിസിക്കലി ഓരോ പ്രാവശ്യം വേദനിപ്പിച്ചപ്പോഴും അതിനെതിരെ പ്രതികരിച്ചോ? അനുമോള് ജെൻഡർ കാർഡ് വീട്ടിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഓരോന്ന് പറയുക. പിന്നീട് ജിസേലിൻ്റെ ആണെങ്കിൽ മോന്തയ്ക്ക് മറ്റേ തേമ്പിട്ടുണ്ടായിരുന്നില്ല ലിപ്സ്റ്റിക്ക് നോക്കാനെന്നും പറഞ്ഞിട്ട്. ലാലേട്ടൻ തന്നെ ആണെങ്കിൽ നല്ല വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജിസേലിന്, അനുമോക്ക്. അപ്പം ആ കാര്യങ്ങളൊന്നും അനുമോൾ ചെയ്തേക്കുന്ന വളരെ ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. അനുമോൾ അവിടെ പോയിട്ട് അനുമോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ സപ്പോർട്ടേഴ്സ് ഇവരുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അനുമോൾ അവിടെ നിൽക്കുന്നത്. സെയിം തിങ് തന്നെയാണ് ഇവിടെ പുറത്ത് ഇവിടെ ഈ PR ടീം ആണെങ്കിലും ഇവരുടെ അന്ധ ഫാൻസ് ആണെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആരും പ്രതികരിക്കാത്ത ഓരോ ദിവസം നടന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും പ്രതികരിക്കില്ല. മോറൽ പോലീസിങ് തെറ്റാണ്, അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. എന്നാൽ പിന്നെ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കില്ല. പക്ഷേ അവിടെ നടക്കുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണോ? ഇനിയെങ്കിലും
മുഖം നോക്കാതെ പ്രതികരിക്കും, മുഖം നോക്കാതെ തന്നെയാണ് പ്രതികരിക്കുന്നത്. അവിടെ നടക്കുന്നതെല്ലാം ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ട് എന്ത് തോന്നിയ ദിവസം പറയാനെ കൊണ്ട് നമ്മുടെ അനിമോൾ ആരാണ്? ലേഡി ബിഗ് ബോസാ. ഡീഗ്രേഡിംഗ് നെയിംസ് കാൾ ബൈ യൂട്യൂബേഴ്സ് ടാർഗറ്റിംഗ് അനിമോൾ എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഡ്രാമോൾ, കുലമോൾ, നാടകമോൾ, സീരിയൽ മോൾ, പൂമോൾ, കരച്ചിൽ മോൾ, കരച്ചിലോളി എന്ന് ഞാൻ വിളിക്കാറുണ്ട്. പിന്നെ കൂറമോൾ, പ്ലാച്ചിമോൾ, പ്ലാച്ചിമടമോയ് മോൾ, പ്രോ കുലമോൾ, പ്രോ മാക്സ് കുലമോൾ, ഇത് ഞാനും വിളിക്കാറുള്ള പേരാണ്. അങ്ങനെ താഴോട്ട് കുറേ പേരുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോപ്പിഡ് ഫ്രം ദ വൈറൽ വാട്സപ്പ് ഫോർവേഡിനകത്തുനിന്ന് വന്നേക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പേരുകളും അനുമോക്ക് കിട്ടുന്നുണ്ട്. അനുമോക്ക് മാത്രമല്ല, ആ ഹൗസിനകത്തുള്ള പല ആൾക്കാർക്കും പല പേരുകൾ കിട്ടുന്നുണ്ട്. അനുമോക്ക് മാത്രമല്ല, പിന്നെ ബിഗ് ബോസ് പോലെ ഷോയ്ക്കകത്ത് പോകുമ്പോഴത്തേക്കിന് നമ്മുടെ പ്രവൃത്തികൾ അത്ര ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ പലതും പറഞ്ഞു പോകുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈസ് ദെയർ എനി കണ്ടസ്റ്റന്റ് ഡീഗ്രേഡഡ് ബൈ യൂട്യൂബേഴ്സ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്, PR ഗ്രൂപ്പ്സ് മോർ ദാൻ ദിസ്? വി വിൽ ഫേസ് ദിസ് ടുഗദർ. അപ്പോൾ നിങ്ങളത് കാര്യം ആലോചിക്കുക. ഇവിടെ അനിമോൾ എന്ത് ചെയ്താൽ അനിമോളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇവിടെ പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ജിസേലിനെ ആണെങ്കിൽ അവിടെ എല്ലാവരുടെയും മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇത്രയും ഫ്ലക്ഷ്യം ചെയ്യുന്ന രീതിയിലൊരു കാര്യം അനിമോൾ ചെയ്തപ്പോൾ അതിനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടുന്നത് അല്ലേ? ഇവിടെ ലേഡി ബിഗ് ബോസ് ആണല്ലോ അനിമോൾ. ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു രീതിയിലും അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി. എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.